ഹലോ ഗായ്സ്, ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഭയങ്കര കുട്ടിക്ക് കാണാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെറ്റ് സ്റ്റേഷനിൽ പോയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. റുവാൻ്റെ കുറച്ച് വീഡിയോ, പിന്നെ ഓൻ്റെ ഓരോ കളി, അങ്ങനെ അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഫുഡ് കേട്ടോ. ഏതെങ്കിലും പോകുന്നതിന് മുൻപേ ആദ്യം ഫുഡ് കഴിക്കുക, അതാണല്ലോ മെയിൻ. ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാം. Yummy. Hello guys, Para. Hello guys. Welcome to our channel. നമ്മൾ എവിടെ ഇപ്പൊ പോന്നെ? കറങ്ങാൻ പെറ്റ് സ്റ്റേഷൻ പറ. നമ്മളങ്ങനെ പെറ്റ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ചായ കുടിക്കാൻ വിചാരിച്ച് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. നൈസ് കളിമക്കായി അവിടെയെന്ന് പറയാം. പഴയങ്ങാടി മോമോ ഹങ്കറിൽ റൂനോ കൈ മാറ്റി. നമ്മളപ്പോൾ പെറ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പെറ്റ് സ്റ്റേഷനിൽ റുവാന് കുറച്ച് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ എന്നാലും വിചാരിച്ചിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കരയാലാന്ന് ഓച്ച വിട്ടിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അല്ലേ ബോസ്? ഹായ് പറയൂ. പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് മെക്കാവാനെ കാണണ്ടേ? മെക്കാവാനെ കാണാനെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ടൈഗർ ഉണ്ടാവും, ലയൺ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നല്ല സ്ഥലമാണ് കേട്ടോ പെറ്റ് സ്റ്റേഷൻ. പിള്ളേരെല്ലാം കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മളെ സ്നേക്ക് പാർക്കിലൊന്നും ഇല്ലല്ലോ, ഇവിടെ എല്ലാം ഉണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ 100 എത്രയോ ആണെന്ന് തോന്നുന്നു ഫീസ്. ഞാൻ അവിടെ എത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതാര് കൂളിംഗ് ഗ്ലാസ്സെല്ലാം ഇട്ടിന്? എവിടെയാ പോകുന്നത് നമ്മള്? പെറ്റ് സ്റ്റേഷൻ പറഞ്ഞേ പല്ല്. ബൈ ബൈ പറ. ആരാ കൂളിംഗ് ഗ്ലാസ് ഇട്ട് തന്നെ? വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യണം പറ. കമന്റ് ചെയ്യണം. കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഏത് വഴി വരുമ്പോഴാണ് ഇത് കാണുവാന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഇങ്ങനെ ബീച്ചാണ് കാണുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ പോവുക. അപ്പോൾ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ എത്തും അല്ലേ? സ്റ്റേഷൻ എത്തിയോ? ബീച്ചില് ബീച്ചിൽ പോവാനാ തിരക്ക്. കുട്ടി ബീച്ച് കണ്ടതിൻ്റെ ത്രില്ലില്ല. അത് പെറ്റ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ച് പോവാം. ഓക്കെ ഓക്കെ പറഞ്ഞ അതിൻ്റെ അകത്ത് വീഡിയോയില്. അങ്ങനെ പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം അല്ലേ റൂ? ഒരു ബോട്ടിൽ പോകുന്നു. ഏതെന്നാ മോനെ കുട്ടി ചോദിച്ചത്? ഇത് അതെ, എയ്റോപ്ലെയിൻ. അങ്ങനെ നമ്മള് പെറ്റ് സ്റ്റേഷൻ എത്തി. പാർക്കിംഗ് ഉണ്ട്. ആ സൈഡിലല്ലേ പാർക്കിംഗ് ഉണ്ട്. എയ്റോപ്ലെയിൻ കുട്ടിക്ക് വേണോ? അയ്യടാ കുട്ടിക്കല്ല, കുട്ടിക്ക് വാങ്ങി തരൂല. നമുക്ക് പെറ്റ് സ്റ്റേഷനിൽ പോവാം. ഉണ്ടോ ഇതിപ്പോ ഇവിടെ കുതിര, ഇതിൻ്റെ ഉള്ളിലുണ്ടായ കുതിര. ഇനിയിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചാന്നൊന്നും അറിയില്ല. ടിക്കറ്റ് എടുക്കാം ബാ. ഫിഷിന്റെ ഫീഡ്. ഓ ഇപ്പം എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണല്ലേ? എത്രയായേ? 2 ആൾക്ക് 150. അല്ല 2 ആൾക്ക് 300. അത് നല്ലതാ. പോയിട്ട് വരാം. കയറിപ്പാട് ആന. ഒരു നോക്ക് ആന ഇതിൻ്റെ ഉള്ളിലാണ്.
രുവാന് തൊട്ട എലിഫന്റ് എന്നാ ഫിഷിനെ നോക്കിക്കോ പോയിക്കോ. ആളോക്കെ ആയി കണ്ടോ, വലിയ എലിഫന്റ് ഉണ്ട് ഇവിടെ. തൊട്ടോ 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 ഫിഷ് താ, കുട്ടീനെ പിടിക്കാൻ വരുന്നോ? തൊട്ടേ പോയിട്ട് വാ. ഇവിടെ ബിഗ് ഫിഷ് ഉണ്ടോ, ഓനോക്കെ ആയി. ഇതല്ലേ ഏട്ടാ മോന് ബിഗ് ഫിഷ് അതാ നോക്കിയേ. എന്റെ അമ്മേ, ഹായ് പറ. അയ്യടാ സുഖാണോ ചോദിക്കേ. എടാ നിനക്ക് പേടിയില്ലേ ഫിഷിനെ പിടിക്കുന്നു? തീറ്റ കൊടുക്കുന്നാല് ഇതിനൊരു പേടിയുമില്ല. ഇക്കിളിയാവുന്നില്ല അനക്കുണ്ട. റൂട്ട് കൊടുത്തേ റൂന്റെ കൈമല്. എന്തുണ്ട് പിന്നെ ഇതെന്നാ? ആ കുളിക്കാൻ നോക്ക്. അരാപ്പായി ഭയങ്കര വലുതാണല്ലേ. അതറോ കേട്ടെ ബംഗാൾ കുച്ച് എല്ലാം കണക്കല്ലേ. കേറ്റിനെ കണ്ടോ? ഇത് നോക്ക് മിന്നുവച്ചിൻ്റെ അടുത്ത് ഉണ്ടായ പോലത്തെ. നടന്നോ? അയ്യോ എന്റെ ചാനൽ അടിച്ചു നോക്കാമോ? അതാ മെക്കാവ് ഒച്ചപ്പാടാക്കുന്നുണ്ടോ? മെക്കാവ് എങ്ങനെ ഒച്ചയാക്കിയേ? എങ്ങനെ? അതാ നല്ല അടിപൊളിയാക്കി വെച്ചിന്. ഇപ്പം ആദ്യമൊന്നും നമ്മൾ വന്നേരം ഇത്ര വലിയ നീറ്റ് ഉണ്ടായില്ല. ഇപ്പം നോക്കിയാൽ നല്ല നീറ്റുണ്ട് സാധനങ്ങളെല്ലാം. ഏതോ ടൂറ് വന്ന പിള്ളേരാണല്ലേ. ഇതെന്നാ ഇതിൻ്റെ തലയോടുത്തു ഒമ്പോ. കുട്ടികൾ ടൂറ് വന്നിട്ട് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ചെറുതൊന്നല്ല, വലിയ പുള്ളി അമേരിക്കന്ന് വന്നതാ. എന്നാണ് കണ്ട അടുത്ത് വന്ന് നോക്കുന്നുണ്ടോ? അയ്യേ ഫിഷിനെ കാണാൻ. ബൈ. ഹലോ എമ്പടാ പോസിറ്റ് ഹായ് പറഞ്ഞു വന്നിട്ട് ഇങ്ങോട്ട് വാ. ഹായ് ഹായ്. പക്ഷികൾ അങ്ങനെ കഴിഞ്ഞു ഫുള്ളും പക്ഷി. അത് കഴിഞ്ഞ് നമുക്ക് അയ്യോ കുതിര ചെറുത് ഫുള്ളും കുതിരയാണോ? കുതിരയുടെ പേരെന്താണെന്നറിയാം? സുഹറ ഉണ്ടാ. അയ്യോ ഒട്ടകത്തിൻ്റെ ഒച്ചയാണ് കേട്ടോ കേൾക്കുന്നത്. ഇതെന്നാ ഹെമ്മു പശു. അത് പക്ഷെ അത് അവിടെ കയറി കിടന്നിട്ടല്ല. എൻ്റെ ഒരു ഓസ്ട്രിച്ച് കണ്ടോ? അതെന്നാ പറഞ്ഞാട്ടെ? അമേരിക്കൻ ചെറുതൊന്നുമല്ല നല്ല. ഒരു ക്യാമൽ എവിടെ? ഒരു ക്യാമൽ എവിടെ?
ഓസ്ട്രിച്ച് എവിടെ? അവർക്ക് തൊടാനെല്ലാം പറ്റുമോ? അതെയോ? അപ്പൊ ആടെ കണ്ടതോ? ഇനിയെല്ലാം വേറെ വേറെ അമ്മേ കൊത്തുവോ? ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന നോക്ക്. എന്തൊരു നീളാന്ന് ഭഗവാനെ. ഒട്ടകത്തിൻ്റെ അത്ര ഉണ്ടല്ലേ? അതെന്ന് വെച്ചാൽ അതാ ഒന്നിൻ്റെ മുഖത പുറത്ത് വരുന്നതിൻ്റെ ഉള്ളോട്ട. നോക്കിയായിട്ട് എന്തൊരു ഹൈറ്റാണെന്താ ഈ കേൾക്കുന്നത്? ഒട്ടകത്തിൻ്റെ ഒച്ചയാ കേട്ടാ. ഇത് നമ്മളെ നാടൻ ആടാന്ന് തോന്നുന്നു. പക്ഷെ ഇവരങ്ങനെയല്ല അമ്മേ. ഓ അങ്ങനെ. ഓ ഫുഡ് വരുന്നതിൻ്റെ ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് എല്ലാം പോന്ന് നോക്കിയ. അപ്പുറത്തെ സൈഡിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ട. അമ്മേ ബാ, അതിങ്ങോട്ട് വരൂലേ അന്നേരം? ഇല്ല കിട്ടാൻ അവരാരോട് ഉണ്ടോ ഫുഡ് കൊടുക്കുന്നുണ്ടോ? സ്ക്വിറൽ മങ്കി. നിനക്ക് പേടിയാണ്ട് ഞാൻ വെച്ചില്ല, കൊണ്ട് അവര് വെച്ചു. അയ്യോടെ റുവാനെ ഇതിൽ ഏത് വണ്ടിക്ക് എടുക്കാം? 2 പാസ് വരും. അയ്യോ പാമ്പിനെ എടുക്കുന്നുണ്ടാ? റൂനി ഇങ്ങോട്ട് മാറ്റി. അമ്മനെ നോക്കിയേ, അമ്മനെ നോക്കിയേ. അങ്ങനെ അവിടെയുള്ള ഏത് വണ്ടിക്ക് എടുക്കാം? പാമ്പുണ്ട്, 2 പ്രാവുണ്ട്, ഒരു ഇഗ്വാനയുണ്ട്. അങ്ങനെ ഏത് വണ്ടിക്ക് കൊടുക്കാം? നമ്മളത് 2 എടുത്തു. പിന്നെ റൂന് കൊടുക്കണം പാമ്പിനെ എടുക്കുമ്പോൾ, അതുകൊണ്ട് പാമ്പിനെ എടുത്തിട്ടില്ല. ഈ ഒട്ടക ഇങ്ങനെ ഒച്ചപ്പാടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ. ഡോഗിനെ നോക്കറോ? ഒരു ഡോഗിനെ നോക്കതാ. ഇതിങ്ങനെ പുറത്തൊന്നും വരൂല. അങ്ങ് പോണ്ടോ, കടിക്കുമോ? പോയേ മാന്തോങ്ങാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യില. ഒരു കുഞ്ഞ് എലിഫന്റ് ഇതാ. എലിഫന്റ് കൊമ്പ് പറ, കൊമ്പ് കൊമ്പ് പിടി, കൊമ്പ് പിടി. അടുത്ത് കഴിഞ്ഞ വന്ന് ഹായ് ഹായ്. ഓക്കെ പറഞ്ഞേ, ഓക്കെ പറഞ്ഞേ. പോവില്ലേ? നോട്ടം നോക്കാം. അയ്യോ
അടുത്ത് വന്നിട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വിശാലമായ തീറ്റ കൊടുക്കേണ്ട സ്ഥലമുണ്ട് കേട്ടോ. എന്താ കുത്തുന്നില്ല കൈക്ക്? വേണ്ട, എനക്ക് വേണ്ട. ജുവാന് അതിന് പേടിയില്ല കേട്ടോ. അതാ കയ്യിൽ മാറ്റി മാറ്റി വെക്കുന്നു. മതി. എടേനെ ഇരിക്കുമെന്ന് ഇനി വരുന്നില്ലേ? പോണ്ടേ? പോണ്ട? ഇവിടെ ഇരിക്കുമെന്ന്? ഇവിടെ ഫുഡ് കഴിഞ്ഞ് തൊടല്ലേ? കാണുന്ന അനക്കാതെ പേടിയട്ടാ. ഇഷ്ടായോ? ഇഷ്ടായോ? ഫിഷ് ഇങ്ങോട്ട് വാ. പിടിക്കല്ല നീ. അത് ഇങ്ങനെ മടക്കി പിടിക്കറോ? ആ ഓ ഓൻ ഓരോന്നിനും പാടിക്കൊണ്ട് അതന്നെ. ഗുഡ് ബോയ്. നാളെ ഇങ്ങനെ ആയിരിക്കും വൈകുന്നേരം. പോകാം. എത്ര പാടാന്ന് വരുന്നത്? കടിക്കുവോ? ഇല്ലല്ലോ. കുട്ടിക്ക് ഇഷ്ടായോ? ഫുഡ് തിന്നു? അത് ചേച്ചി തരുന്ന. തുറക്കണ്ടേ? തുറക്കണ്ട. ഓ കൊടുക്കൂ. മടക്കിപ്പിടിടാ. നിന്റെ കയ്യല്ലതാ അത് തിന്നുന്നേ. തിന്ന് മടക്കിപ്പിടി. പേടിയില്ല കേട്ടാ, ഒട്ടും പേടിയില്ല. അയ്യോ എല്ലാം വായി വളക്കുന്ന വന്നിട്ട്. പച്ച കൈ കൊണ്ട് പോവാ. പിന്നെ നീനിങ്ങനെ വിട്ടിനോ പാല് കുടിക്കാനല്ലോ പോയിട്ടുണ്ടല്ലോ. പറഞ്ഞു വരുന്ന വീഡിയോയിൽ എത്ര ആളെ ഇങ്ങനെ വിട്ടിനി. നമ്മൾ നേരത്തെ ആനേനെ കണ്ട ആ സ്ഥലത്താണ്. ഇവിടെ കാണാണ്ടങ്ങാരം വന്നിരുന്നിട്ട് കണക്കായി. ഇനി അടുത്ത് വന്നാ അടുത്തത് ഇഗ്വാനുണ്ട്. ഏട്ടനെ ഞാൻ മാറി. അതിലൊന്ന് തിന്നാൻ കൊടുത്തിന് ഫ്രഞ്ച് ഫ്രൈസാ കണ്ടാ. മറ്റേ കോളയാ അല്ല തിന്നുന്ന സാധനം നമുക്ക്. ബ്ലൂബെറി എല്ലാം മോനെ ഇത് ഗ്രേപ്പാണ്. കുട്ടീനെ കുറ്റം പറയാൻ കയ്യില് ബ്ലൂബെറി പോലെ ഇല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ പ്രാവിൻ്റെതാ. ഓ ഇതൊരു രസമാണ്. അതൊന്നും വേണ്ട. ഓ എന്ത് രസത്തിലാ തോന്നുന്നു. പിടിച്ച് തോന്നുന്ന നമുക്ക്. കുമ്പളങ്ങ മത്തങ്ങ നേരത്തെ കണ്ടതല്ലേ. അതിൻ്റെ ഉള്ളിലൊരു നായിനെ നോക്ക്. അതിൻ്റെ ഉള്ളിൽ ഒരു എല്ലും തോലും പോലത്തെ. കഴിഞ്ഞ് വന്നിട്ടാകുമ്പം പിന്നെ ഉച്ചയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അടുത്തത് വന്ന് തിക്കുള്ള കുറേ ഫിഷ്. നല്ല രസം ഇതിൻ്റെ ഉള്ളിൽ.
ആ ഒരു ലൈറ്റും ഇതിൻ്റെ ഉള്ളിലെന്നാ നമുക്ക് ഈ ചെറിയ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കൂടാക്കി വെച്ചിരുന്നു. ഉണ്ടോ ഈ വലിയ കൂട്ടിൽ അവർ മാത്രമേ ഉള്ളൂ, അവരൊറ്റക്കാ. കുറച്ചുണ്ട് കേട്ടോ. എന്താ താരാ അമ്പോ ഈ താരാ അതെല്ലാം കഴിഞ്ഞ എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാമ്പ്, ഫുള്ളും പാമ്പ്. അപ്പോൾ ഇത് ഏതാണെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ അകത്ത് എടുത്തു കണ്ട. ഫുള്ള് എലിൻ്റെയാണ്, തികച്ച എലി, ഓരോ കൂട്ടിലും ഓരോ എലി. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇവിടെ എത്തി. ഇതാരാ ഇത്? മുയലോ? പിന്നെ കുറേ മുയൽ. റാബിറ്റിനെ കാണും പറഞ്ഞിട്ടില്ല. ഇത് റാബിറ്റ്. ഇതാരാ? പൂച്ചയോ? ഇത് പൂച്ച തന്നെ. റാബിറ്റ് വന്നിട്ടാ വലിയ റാബിറ്റ്. തലയടി പാലടിയാൻ തിരിയുണ്ട്. എന്താ ആമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ചെറുത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്കോർപ്പിയൻ. ഇതാ അത് കഴിഞ്ഞാൽ പിന്നെ പലതരം സ്കോർപ്പിയൻ. വാ, നമ്മളെ സ്പൈഡർമാനിലെ സാധനം. പ്ലാസ്റ്റിക് അല്ല, അത് ഒറിജിനലാണ് കേട്ടോ. ഇതെല്ലാം ഒറിജിനലാണ്. കാണുമ്പോൾ ഞാൻ ഞെട്ടത്. എന്താണ് ടൂക്കൻ? സംഭവം ക്ലിയർ ഇല്ല. പറഞ്ഞു കൊടുക്ക്. അങ്ങനെയല്ല മക്കളെ എങ്ങനെ വെച്ചേക്ക്. മെക്കോനെ കാണിച്ചു തരും. അച്ചേക്കൻ ഇങ്ങനെ കാണിക്ക്. ഇതിനകത്ത് ക്യാമറയിൽ നോക്കിയിട്ടേ. ഇതെന്നാ നോക്ക്, ഇതെന്നാ എന്നത് വലിയ കളിക്കേണ്ട സ്ഥലത്ത് വോയിസ് ഡാൻസ് തരാം. എന്തൊരു രസം നോക്ക്. ഒരു സാധനത്തിന് പിടിച്ച് കാണിച്ചു തരാം. കണ്ടോ? ക്യൂട്ടല്ലേ? ഇത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ ടീ പോയിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കണ്ടോ? കണ്ടോ? എല്ലാം ഉണ്ട് ഇവിടെ. ബാഗുണ്ട്, ടോയ്സ് ഉണ്ട്, തൊപ്പിയുണ്ട്, പിള്ളേർക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിള്ളേർ മാത്രമല്ല, വലിയ ആളതും ഉണ്ട്. പേഴ്സ്, ബാഗ്, കൂളിംഗ് ഗ്ലാസ് ഒന്നും പറയണ്ട. ഇത്ര റേറ്റ് നോക്കട്ടെ. 120 റുപ്യ വേണ്ട അല്ലേ? എന്തിനാ അവർക്ക്? ഒരു റിയലിനല്ലേ ഉള്ളൂ. പോവാ. പലതരം പീച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തെത്തി. അപ്പൊ അരാപ്പായ്മക്ക് ഫുഡ് കൊടുക്കുന്നത് എവിടെയാ? അരാപ്പായ്മക്ക് ഫുഡ് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പക്ഷെ കയറാൻ പറ്റിയില്ലല്ലോ. ആ ആ അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി.
നമ്മളിപ്പോൾ എവിടെ എത്തി? ബീച്ച്, മാട്ടൂൽ ബീച്ച് അല്ലേ അല്ലേ? മാട്ടൂൽ ബീച്ച്. സംഘത്താണ് പോകുന്നത്. മറ്റേ കുതിരമ കയറണ്ടല്ലേ സ്റ്റാൻഡ്. നേരത്തെ കണ്ടില്ല, അവിടെ പോയാൽ അതിൽ അങ്ങ് കൂര. അടിപൊളിയായിട്ടുള്ള ബീച്ച്. ഈ ഒരു സമയം വരണം. അധികം ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. നമ്മൾ ബീച്ചിൽ ഇവനെയും കൊണ്ട്, പക്ഷേ ഇവന് ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ ചെയ്യാൻ പേടിയാണ്. വെള്ളം ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാല് താണുപോകുന്ന പോലെ ആവില്ലേ, അന്നേരം തൂവിനൊരു പേടിയാണ്. ഇവിടെ കീയോന്ന് അറിയില്ല, അവൻ്റെ മൂഡ് പോലെ. രസം തന്നെയല്ല ഇങ്ങനെ നോക്കട്ടെ കുതിരയിൽ കയറാൻ വേണ്ടി പറ്റുമോ നോക്കട്ടെ, പോയിട്ട് വരാം. കുതിരേൻ്റെ മേലെ കയറിയിട്ടില്ല. കുതിരേൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ടൊരു അതിന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. നമ്മളതിനെ അടുത്തത് പോകുന്നത് എടുത്തേക്കാണെന്നറിയോ? കാണുന്നില്ല ഇവിടുന്നല്ലേ. അവിടെ ഒരു കളിക്കുന്ന സ്ഥലമുണ്ട്, അടുത്തേക്ക് കേട്ടോ. കയറൂല. ഞാൻ എന്താ പറഞ്ഞ, ഓന് പറ്റിയതൊന്നും ഇല്ല, വെറുതെ ആയിപ്പോ. ഉണ്ടാ ഇതാണ് കയറുന്ന പിള്ളേരാണ് കയറി കളിക്കാൻ ഒരുപാട് സാധനങ്ങൾ. എവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവനൊന്നിലും കയറാത്തതുകൊണ്ട് നമ്മൾ കയറാൻ ചാൻസ് ഇല്ല. ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 30 രൂപ ഉള്ളിൽ. ടിക്കറ്റ് കൊടുത്താൽ ഒരു പീസ് അടിക്കും. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിന് ഇതിൻ്റെ അകത്ത് കയറേണ്ട ഓരോന്നിനകത്ത് ഓരോ പൈസയാണ്. ഇതിൻ്റെ ഇങ്ങനെ നടക്കേണ്ടത്. കൊളംബസ് റൈഡ് 50 രൂപ 50 രൂപയേ ഉള്ളൂ കണ്ടോ. പക്ഷെ റൂമിന് ഒറ്റക്കൊന്നും കയറ്റാൻ കഴിയില്ല. ഇല്ല ഓൻ ചിലപ്പോൾ കയ്യലുകൾക്ക്. കുറച്ച് വലിയ കുട്ടിയൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ട്. എവിടെ നടന്നു പോകുന്നത്? എന്നാ ഉണ്ടോ ഇനി വാ. സ്ലൈഡിലാണോ? മൂക്കൂത്തല്ലേ നിരങ്ങി വാ. ആ പക്ഷെ അങ്ങനെ വരുന്നില്ല അല്ലേ? വാ എന്നാലും വരുന്നുണ്ട് പിടിച്ചിട്ട്. ഇങ്ങനെയാ വരുന്നുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പറ ഗുഡ് ബോയ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. അടിയുള്ളൊരു അവിടെ നിന്നെല്ലാം എടുത്ത ഫോട്ടോസിൻ്റെ അകത്ത് ഇട്ടുന്നേ ഉള്ളൊരു അധികം ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിപ്പോയി എന്നറിയാം. പക്ഷേ അതിവിടെ കിടക്കട്ടെ. പോകാനൊന്നും ഒരു പേടി ഉണ്ടായിട്ടില്ല, മീനിനെ തൊടാനൊന്നും. കുട്ടികളെ ഇങ്ങോട്ട് പോകാൻ പറ്റുന്നവർ പോവുക. പെറ്റ് സ്റ്റേഷൻ മാട്ടൂൽ. ഓക്കെ, ബൈ.